പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം പുതുപ്പള്ളി എന്ന സ്ഥലത്താണ്. ഇവിടെ പൊതുവേ കടകളൊന്നും തുറന്നിട്ടില്ല, ഹർത്താലാണ്. ഹർത്താൽ പുതുപ്പള്ളിയിൽ ജനങ്ങൾ ഏറ്റെടുത്തതായിട്ട് കാണാൻ കഴിയുന്നത്. ഒരൊറ്റ കട പോലും തുറന്നിട്ടില്ല. ഞാൻ പുതുപ്പള്ളിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒറ്റ കട പോലും തുറന്നിട്ടില്ല. വാഹനങ്ങൾ അങ്ങിങ്ങായി സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒപ്പം ഒരു സുഹൃത്ത് വന്നിട്ടുള്ളൊരു യാത്രക്കാരനാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ ഹർത്താലിനെക്കുറിച്ചുള്ള അഭിപ്രായവും മരണപ്പെട്ട നിതിൻ രാജ് എന്ന ഡോക്ടർ സ്വപ്നം കണ്ട് മരണപ്പെട്ട നിതിൻ രാജിന് വേണ്ടി അദ്ദേഹത്തോട് ഞാൻ അഭിപ്രായം ചോദിക്കണേ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ചേട്ടാ, ഈ നിതിൻ രാജ് മരണപ്പെട്ടു. അതിന് പ്രതിഷേധമായി 52 ദളിത് സംഘടനകളുടെ ഹർത്താൽ ഇപ്പം നടക്കുകയാണ്. ഈ ഹർത്താലിനെക്കുറിച്ചും നിതിൻ രാജിൻ്റെ മരണത്തെക്കുറിച്ചും ഒരു 2 വാക്ക് ഒന്ന് പറഞ്ഞ്. എൻ്റെ പേര് അനീഷ്. എനിക്ക് ഈ ഹർത്താലിനെ ഞാൻ അനുകൂലിക്കുന്നു. ദളിത് എന്ന സംഘടനയുടെ പേരില്ല, എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ പറയുകയാണ്. ഞാൻ ഈ ഹർത്താലിനെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. കാരണം വളർന്നു വരേണ്ട ഒരു ഈ സമൂഹത്തിൽ വളർന്നു വരേണ്ട ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ എന്ന പയ്യനെ, ഡോക്ടറാകാൻ പഠിച്ച പയ്യനെ അവന് വേണ്ടി വിദ്യാഭ്യാസം അല്ലെ അവന് വേണ്ടി അറിവ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അധ്യാപകർ, 2 അധ്യാപകർ കൂടി അവൻ്റെ സ്വപ്നങ്ങളെയും അവൻ്റെ ജീവിതത്തെയും അവൻ്റെ വീട്ടുകാർ അവൻ്റെ മാതാപിതാക്കൾ കണ്ട സ്വപ്നത്തെയും അവനെ വളർത്തി ഇത്രയും കൊണ്ടുവന്ന അവന് വേണ്ടി അവരുടെ ജീവിതം വരെ അവന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അവനെ ഒരു ഡോക്ടറാക്കണമെന്ന് അവരുടെ ആഗ്രഹം അവനെ നിലനിർത്തിക്കൊണ്ട് അവന് വേണ്ടി അവനെ പഠിക്കാൻ വിട്ടത് അവൻ്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ജീവിതത്തെയാണ്, ആ ഒരു ഇതിന് വേണ്ടി അവൻ്റെ ജീവിത സ്വപ്നത്തെയാണ് ആ ഡോക്ടർമാർ 2 പേരും കൂടി തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഡോക്ടർമാരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക, അവർക്ക് അതിന് വേണ്ട നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് തുറങ്കിലടക്കുക. നമ്മൾ അത്രേ പറയുന്നുള്ളൂ. കാരണം അവൻ എങ്ങനെ മരിച്ചു എന്നുള്ളത് ഇപ്പം ജനസമൂഹങ്ങൾക്കറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ഹർത്താലിനെ ഞാൻ അനുകൂലിക്കുന്നു. അവനെ അതിനുവേണ്ടി അതിനുവേണ്ടി കൊലപാതകത്തിലേക്ക് നയിച്ച ആ ഡോക്ടർമാർ 2 പേര്, ഡോക്ടർ എന്ന അധ്യാപകരാണ്, അവരെ 2 പേരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ട് തുറങ്കിലടക്കുക. ജീവിതത്തിൽ ഇനി ഒരു ദളിത് സമൂഹത്തിന് വേണ്ടി, ഞാൻ ദളിതനാണ് അല്ലെങ്കിലും ദളിത് സമൂഹത്തിന് വേണ്ടി ഇനി ഒരു വിദ്യാർത്ഥികൾ പോലും മരിക്കാൻ പാടില്ല. ചേട്ടനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ വെച്ച് ഒരു 3-4 അധ്യാപകർ, റാം ഉൾപ്പെടെയുള്ള 3-4 അധ്യാപകർ ഈ കുട്ടിയെ കണ്ടമാനം വിചാരണ ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ അത് നമുക്ക് കിട്ടുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം വീണു മരിച്ചു എന്ന് നമ്മൾ വാർത്ത കേൾക്കുന്നു. അതിനുശേഷം 3 മണിക്കൂറിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി കിടത്തുന്നു, ഹോസ്പിറ്റലിൽ വെച്ച് അപമാനിക്കുന്നു, അതിനുശേഷം മരിക്കുന്നു. മണിക്കൂറുകൾക്ക് ശേഷമാണ് വീട്ടിൽ ഈ ദുരന്തം അറിയിക്കുന്നത്. ഇതിനിടയിൽ വലിയ നമുക്ക് അജ്ഞാതമായ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. കാരണം ഇവനെ അത്തരം രീതിയിൽ അവർ ആ റൂമിൽ കൊണ്ടുവന്ന് അവനെ അത്ര അധിക്ഷേപിക്കുകയും അവന് വേണ്ടി അത്ര ക്രൂരമായി അവർ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ മുന്നിൽ എൻ്റെ വിശ്വാസത്തിൽ അവനെ ഇവർ വിളിച്ചുകൊണ്ട് പോയി അവന് വേണ്ടി സംസാരിച്ചു. അവൻ തിരിച്ചെന്തെങ്കിലും സംസാരിച്ചു കാണും. അവനെ അനീയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയി എൻ്റെ വിശ്വാസത്തിൽ ഇവനെ തള്ളിയിട്ട് കൊന്നതെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ കേരള പോലീസ് ഈ ഒരു ആപ്പാണ്, ഈ പണം ലോൺ കൊടുക്കുന്ന ആപ്പാണ് ഇതിന് പിന്നിലെ പ്രതി എന്നുള്ള രീതിയിൽ UP-യിൽ ഉത്തർപ്രദേശിൽ പോയി പ്രതികളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതൊരു നാടകമായിരുന്നോ അതോ? തീർച്ചയായിട്ടും ഇത് നാടകമാണ്. ഞാൻ ഇപ്പം ആ ഒരു പയ്യന് വേണ്ടി സംസാരിക്കുന്നതാണ്. അവൻ്റെ സ്വപ്നങ്ങളെ അവർ തകർത്തിരിക്കുന്നത്. ഇനി ഒരിക്കലും ഒരു വിദ്യാർത്ഥികൾ ഇങ്ങനെ മരിക്കാൻ പാടില്ല. എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ പൂർണ്ണ വിശ്വാസമാണ് അവരെ തള്ളിയിട്ട് കൊന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ഒരു ദളിത് വിദ്യാർത്ഥിക്ക് ഇതുപോലൊരു മാരകമായ ദുരന്തം സംഭവിച്ചിട്ടും നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന R. ബിന്ദു എന്ന മേഡം പോലും ഇതിനെക്കുറിച്ചൊരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ അന്വേഷണമോ പ്രഖ്യാപിച്ചിട്ടില്ല. തന്നെയുമല്ല, ഇവിടുത്തെ പോലീസ് കൃത്യമായിരിക്കുന്ന ഒരു പ്ലാനോടുകൂടി ഇത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയോ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ വലിയ ജനസമൂഹമായ ദളിത് വിഭാഗത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയല്ലേ ഇത് സംഭവിച്ചിരിക്കുന്നത്? ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ മറ്റ് നിയമഭേദങ്ങളും എല്ലാം ദളിത് സമൂഹത്തിന് ഏറ്റവും അവഹേളിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും. ഇപ്പം തന്നെ പലയിടത്തും പല വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്, പല കടകൾ തുറക്കുന്നുണ്ട്. അത് ഈ സമൂഹത്തെ അവർ പ്രതികരിക്കുന്നു എന്നുള്ള തെളിവല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ദളിതനാണേലും ദളിതനല്ലെങ്കിൽ പോലും ഒരു വിദ്യാർത്ഥികളും ഇനി ഒരിക്കലും ഇങ്ങനെ അപമാനപ്പെട്ടു മരിക്കാൻ ഇടവരരുത്. നമ്മുടെ കേരളത്തിൽ മതേതരത്വം നമ്മൾ മുന്നിൽ കാണുന്നതെങ്കിൽ ഇനി ഒരിക്കലും ഒരു ദളിതനല്ല വേറെ ഒരു വിദ്യാർത്ഥികളും
ഇങ്ങനെ ആക്ഷേപിക്കപ്പെട്ട് മരിക്കാൻ പാടില്ല. നമുക്കറിയാമല്ലോ ആർ ബിന്ദു തകർക്കാൻ പാടില്ല. തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ട ഒരു വീട്ടമ്മ ആർ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയെ മാല മോഷ്ടിച്ചു എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകളോളം ലോക്കപ്പിലിട്ട് ഉപദ്രവിച്ച് മാനഹാനി അതുപോലെ മാനസികമായി പീഡിപ്പിച്ച ഒരു വലിയ പോലീസ് കേസ് നമ്മുടെ മുന്നിലുണ്ട്. വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ദളിത് ഭാഗത്ത് ഭയമില്ലാത്തത്? സ്ത്രീയെ അവർ രാജ്യരാമനെ പിടിച്ച് ചോദ്യം ചെയ്ത് അവരെ ക്രൂരമായി പീഡിപ്പിച്ചു. പക്ഷേ എങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടത്തിയിട്ട് എന്തുകൊണ്ട് ഈ അധ്യാപകരെ പിടിക്കുന്നത്? ഇവർ അധ്യാപകരല്ല, ഇവരെ അധ്യാപകർ ഇനി വിളിക്കാൻ പാടില്ല. ഇനി സമൂഹത്തിൽ ഇങ്ങനെ ദളിതെന്നല്ല ഏത് സമൂഹത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും അപമാനിക്കുന്ന അധ്യാപകരാണെങ്കിൽ അവരെ അധ്യാപകരായിട്ട് കാണൽ ആ സെക്കൻഡ് അവരെ ചെവികളുടെ അടിക്കണം. ചെരുപ്പൂരി അവരുടെ ചെവികളുടെ അടിക്കണം. അവരെ അധ്യാപകരെന്ന് കാണാൻ പാടില്ല. അവർ നമ്മളെ അവഹേളിക്കുന്ന ആ സെക്കൻഡിൽ അത് ക്ലാസ് റൂമിലാണെങ്കിലും വേറെ ഏതൊരു പൊതുസമൂഹത്തിലാണെങ്കിലും അവർ ഇനിയും മേലിൽ ആക്ഷേപിക്കുകയാണെങ്കിൽ ആ സെക്കൻഡിൽ അവരെ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. അവർ പറയുന്ന നാക്ക് വായിൽ തന്നെ തിരിച്ചടിച്ചിരിക്കണം. പ്രിയപ്പെട്ട ഒരു പൊതുസമൂഹത്തിൻ്റെ വികാരമാണിത്. ഇവിടെ ദളിതെന്നോ അല്ലെങ്കിൽ സവർണം അവർണം ഒരു മനസാക്ഷിയുടെ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷതയുടെ സത്യത്തിൻ്റെ വാക്കുകളാണ് പ്രിയ സഹോദരൻ സംസാരിച്ചത്. കാരണം ഞാനും വളർത്തുന്നു രണ്ട് പിള്ളേരെ അവരും നാളെ അവർ സ്വപ്നം കാണുന്ന അവരുടെ ജീവിതത്തിലേക്ക് അവർ നയിക്കുമ്പോൾ നാളെ അവരാണെങ്കിൽ പോലും അവരെന്നല്ല രക്ഷകർത്താക്കളായ ആരാണേലും ഇനിയൊരു വിദ്യാർത്ഥികൾ ഇവിടെ മരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള അധ്യാപകരുടെ മുന്നിൽ ഒരു വിദ്യാർത്ഥി ഇനി മരിക്കാൻ പാടില്ലെന്ന് ഒറ്റ ഇതേ ഉള്ളൂ എനിക്ക്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ 52 ദളിത് സംഘടനകൾ നടത്തുന്ന ഈ ഹർത്താലിനെ പിന്തുണച്ചതായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വന്നിട്ടില്ല. ഒരു പൊതുരംഗത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇടതു വലത് BJP ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ ഇന്നലെ കൊടിക്കുന്നിൽ മാത്രം ഒരു ചെറിയൊരു പത്രസമ്മേളനം നടത്തി. ഇടതു വലത് BJP ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇടതു വലത് കക്ഷികളുടെ ആരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല. അപ്പോൾ ഈ സമൂഹത്തെ അംഗീകരിക്കുന്നില്ലെന്നുള്ള ദളിത് സമൂഹത്തെ ഈ 3 സാറ് പറഞ്ഞ ഒരു 3 രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ? 3 എന്നല്ല, ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികളും ദളിത് സമൂഹത്തെ ഇവിടെ അംഗീകരിക്കുന്നില്ലെന്നുള്ളതാണ്. ഭയപ്പെടുന്നില്ല. ഈ സമൂഹം ഒന്നിക്കുന്നില്ല. ഇനിയും ഇവരൊന്നിച്ചില്ലെങ്കിൽ ഇതിലും ദളിത് മരണങ്ങൾ വീണ്ടും ഉണ്ടായിരിക്കും. വീണ്ടും ഉണ്ടാകുന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ദളിത് സമൂഹങ്ങൾ തീർച്ചയായിട്ടും ഒന്നിക്കണം. ഈ ഒന്നിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്നലെ KPMS ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ മാറി നിൽക്കുന്നൊരു വിവാദം മാധ്യമങ്ങളിലൂടെ കേട്ടു. അങ്ങനെയെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ രാഷ്ട്രീയ ചായ്വ് നടത്തുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ നേതാക്കൾ ഇപ്പം ദളിത് സമൂഹങ്ങളുടെ നേതാക്കന്മാരാണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഭയക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വമുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ ഭയക്കേണ്ട കാര്യങ്ങളില്ല. കാരണം നമ്മൾ ജനിച്ച മണ്ണിൽ നമുക്ക് കാലുയർത്തി നടക്കാൻ പറ്റുന്നില്ല, പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ജനിച്ചു, അത് ദൈവഹിതമെങ്കിൽ നമ്മൾ ജനിച്ചെങ്കിൽ നമുക്ക് ഈ മണ്ണിൽ തലയുയർത്തി നടത്താൻ പാടില്ലേ? നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ആ ജീവിത സ്വാതന്ത്ര്യത്തെയാണ് ആ 2 അധ്യാപകർ തകർന്നിരിക്കുന്നത്. ഒരു കുടുംബത്തെ അവർ അനാഥാക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ചേട്ടാ. വളരെ 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 നല്ല ഒരു കാതലായിരിക്കുന്ന അഭിപ്രായങ്ങളാണ്. താങ്ക് യു. അതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഈ ദളിത് സമൂഹങ്ങൾ ഇനി ഏത് ദളിതനാലും 56 ദളിത് സമൂഹങ്ങളുണ്ടെങ്കിൽ പോലും ദളിതൽ എന്നാണെങ്കിൽ അവർ ഒന്നിച്ച് ഏത് കൊടുക്കിയിലാണെങ്കിലും പക്ഷേ അവരവൻ്റെ കാര്യം വരെ ഒന്നിക്കണം. ഒരു കാര്യം ചോട്ടെ, ഈ ഹർത്താലിൽ ഇപ്പം ഞാൻ ഇവിടെ വന്ന് കാണുന്നത് ഇപ്പം ഇതിൽ ചെറിയൊരു വാഹനങ്ങൾ ഓടുന്നുണ്ട്. ഈ ഹർത്താൽ രാവിലെ 6 മണി മുതലെങ്കിൽ വൈകിട്ട് 6 മണി വരാണെങ്കിൽ രാവിലെ 6 മണി മുതൽ ഈ ദളിത് സമൂഹങ്ങൾ നിരത്തിലിറങ്ങി തടയണം. കാരണം ആ ഒരു വിദ്യാർത്ഥി മരിച്ചതിൻ്റെ രോഷം നമ്മൾ കാണണം, അവൻ്റെ കുടുംബത്തിലെ ആ സങ്കടം കാണണം. അതുകൊണ്ട് ഈ ദളിത് ഹർത്താൽ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ദളിത് സമൂഹങ്ങൾ 6 മണിക്ക് നിരത്തിലിറങ്ങി തടയണം. അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും പേടിക്കേണ്ട, ഒരു നിയമസംഘടനയും പേടിക്കേണ്ട കാര്യങ്ങളില്ല. 6 മണിയെങ്കിൽ 6 മണി വരെ, വൈകിട്ട് 6 മണി വരെങ്കിൽ 6 മണി വരെ നിരത്തിലുണ്ടായിരിക്കണം. തടയണം, അടയ്ക്കേണ്ടതാണെങ്കിൽ അടപ്പിക്കണം. ശരി. അപ്പോൾ ഈ LDF UDF നടത്തുമ്പോൾ ഈ ആവേശമൊന്നും മിക്ക കടക്കാർക്കും വാഹനങ്ങൾക്കും ഇല്ലല്ലോ. LDF UDF നടത്തുന്ന സമരത്തിൽ അവർക്കറിയാം തുറന്നാൽ അടയ്ക്കും, വാഹനം തടയുമെന്ന്, പണി കിട്ടുമെന്നറിയാം. അങ്ങനെയെങ്കിൽ ഇത് മനഃപൂർവ്വമായി പണിയണം. കാരണം ഇനി ഒരിക്കൽ ഒരു വിദ്യാർത്ഥികൾ മരിക്കാൻ പാടില്ല. അത് പണിയാനാണെങ്കിൽ പണിതിരിക്കണം. മറ്റുള്ളവർ പണിയുന്നില്ലേ? മറ്റുള്ളവർ കടകൾ അടിച്ചു പൊട്ടിക്കുന്നില്ലേ? വണ്ടികൾ അടിച്ചു പൊട്ടിക്കുന്നില്ലേ? അതിനൊന്നും കേസുമില്ല. അതുകൊണ്ടല്ലേ നിരത്തിലിറങ്ങാത്തത്. അതിനൊന്നും ഒരു കേസും ഇല്ല. പക്ഷേ ഒരു വിദ്യാർത്ഥിയെ കൊന്നതിൻ്റെ പേരിൽ ഇവിടെ ഹർത്താൽ നടത്തിയിട്ട് വീണ്ടും അവരെ ഒരു രാഷ്ട്രീയ പാർട്ടി അനുകൂലിക്കുന്നെങ്കിൽ തകർത്തിരിക്കണം. അതിനകത്ത് രാവിലെ 6 മണി മുതൽ ഇവിടെ ഹർത്താൽ വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണി മുതൽ ജനങ്ങൾ നിരത്തിലിറങ്ങിയിരിക്കണം.
വൈകിട്ട് 6 മണി മുതൽ 6 മണി വരെ നേരത്തേക്ക് കാണണം. ഒരു സുഹൃത്തുക്കൾ തടയണം. മക്കളുള്ള ഒരു അപ്പൻ്റെ വൈകാരികമായ വാക്കുകളാണ്. മക്കളെ വളർത്തി വലുതാക്കാൻ ശ്രമിക്കുന്ന ഒരു പിതാവിൻ്റെ ഏറ്റവും വലിയ വൈകാരികമായ സങ്കടങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഇന്ന് കേട്ടത്. ചേട്ടൻ്റെ പേരൊന്നുകൂടെ പറഞ്ഞേ. എൻ്റെ പേര് അനീഷ് PT. അനീഷ് PT, താങ്ക് യു. ഏതായാലും ഈ നിതിൻ്റെ നീതിക്കായി നമുക്ക് ഒരുമിച്ച് പൊരുതാം. താങ്ക് യു. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. എല്ലാവിധ ഓക്കെ.